നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് മുതലേ കണ്ടുവന്നിരുന്ന നാടൻ ചാമ്പ അല്ലാതെ വിദേശത്തു നിന്നും വന്ന കുറച്ച് വെറൈറ്റികളാണ് ബാലിച്ചാമ്പ, ദൽഹാരി, ഉമ്മർചാമ്പ എന്നിവയൊക്കെ. ആ കൂട്ടത്തിലെ ബാലിച്ചാമ്പയാണിത്. കഴിഞ്ഞ 2 വർഷം മുന്നേ ഞാൻ നട്ടു വളർത്തിയതാണ്. ഈ വർഷം അത്യാവശ്യം നല്ലതുപോലെ കായ്ച്ചു. നമ്മളിൽ പലരും ഈ നാടൻ ചാമ്പ അല്ലാതെ കുറച്ച് വലിപ്പമുള്ള ആപ്പിൾ ചാമ്പ എന്നൊരു വെറൈറ്റി പണ്ട് മുതലേ കണ്ടിട്ടുണ്ടാവും. അതിന് പക്ഷേ നമുക്ക് അത്ര വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയിട്ടില്ല. അതിന്റെ ഒരു പ്രീമിയം വെറൈറ്റികളായിട്ടാണ് ഈ പറഞ്ഞ ചാമ്പകളൊക്കെ നമ്മുടെ നാട്ടിലെത്തിയത്. എത്രയൊക്കെ പ്രീമിയം വെറൈറ്റി ആണെന്ന് പറഞ്ഞാലും അടിസ്ഥാനപരമായിട്ട് ആ ഒരു ആപ്പിൾ ചാമ്പയുടെ ഗുണങ്ങളൊക്കെ തന്നെയാണ് ഇവ കാണിക്കുന്നത്. എന്റെ അനുഭവത്തിൽ ബാലിച്ചാമ്പയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതിന്റെ പുഴുക്കേടും പൊഴിച്ചിലുമാണ്. ഈ പറഞ്ഞ പുഴുക്കേടും പൊഴിച്ചിലും ഒന്നും ഇല്ലാതെ നമുക്കിത് കറക്റ്റ് പഴുത്ത് പാകമായി കിട്ടുകയാണെങ്കിൽ നല്ലൊരു ചാമ്പ വെറൈറ്റി തന്നെയാണിത്. 1-2 വെറൈറ്റി കൂടുതൽ ചാമ്പകളൊക്കെ ഒരു വീട്ടിൽ വെക്കുന്നത് വേസ്റ്റ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ചാമ്പ വെറൈറ്റികൾ വെക്കുമ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിഞ്ഞിട്ട് നല്ല വെറൈറ്റി ആണെന്ന് ഉറപ്പിച്ചിട്ട് മാത്രം വെക്കുക. ഇപ്പോൾ ചാമ്പയുടെ സീസൺ ആണല്ലോ. ഞാൻ ഈ പറഞ്ഞ ബാലിച്ചാമ്പ, ദൽഹാരി, ഉമ്മർചാമ്പ എന്നിവയൊക്കെ കഴിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്താൽ എല്ലാവർക്കും അത് പ്രയോജനപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം.